സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ ഇടതനും വലതനും ഓരം ചേർന്ന് അട്ടിമറിച്ച് സംവരണ വിഭാഗങ്ങളെ ഒറ്റുകൊടുക്കുന്നവർക്കെതിരെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും സാമൂഹിക നീതി പുലരാനാകട്ടെ. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ടി അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മലപ്പുറം മണ്ഡലം കാണുമ്പോൾ മനസ്സിലൊരു ചതിയുടെ ചിത്രം തെളിയും. കാട്ടിടുന്ന വഞ്ചന കണ്ടില്ലേ? മണ്ഡലം കാണുമ്പോൾ മനസ്സിലൊരു ചതിയുടെ ചിത്രം തെളിയും. മലപ്പുറം മണ്ഡലം കാട്ടിടുന്ന വഞ്ചന കണ്ടില്ലേ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മരുന്ന് വിപണിയുടെയും സിമന്റിന്റെയും വില നിയന്ത്രണാധികാരം സർക്കാരിൽ നിന്ന് എടുത്തുമാറ്റിയവർ ജനങ്ങളുടെ ജീവിതം വിലക്കയറ്റത്തിന്റെ പൊള്ളുന്ന അനുഭവമാക്കിയിരിക്കുന്നു. ഭക്ഷണവും മരുന്നും അപ്രാപ്യമായ ജീവിതം തന്നെയും വഴിമുട്ടി കർഷക ദരിദ്ര ആത്മഹത്യകളുടെ ശവപ്പറമ്പായി മാറുന്ന മൂലധന മുതലാളിത്തവും സംഘീയ രാഷ്ട്രീയ അധോ സംഘങ്ങളും നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് അറുതി വരുത്താൻ സഹോദര യഥാർത്ഥ ബദലിന് വോട്ട് ചെയ്യുക. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ടി അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ ഇടതനും വലതനും ഓരം ചേർന്ന് അട്ടിമറിച്ച് സംവരണ വിഭാഗങ്ങളെ ഒറ്റുകൊടുക്കുന്നവർക്കെതിരെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും സാമൂഹിക നീതി പുലരാനാകട്ടെ. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ടി അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മലപ്പുറം മണ്ഡലം കാണുമ്പോൾ മനസ്സിലൊരു ചതിയുടെ ചിത്രം തെളിയും. ദരിദ്രമാക്കിയ ജനകോടികളുടെ സാമ്പത്തിക സംവരണം നടപ്പിലാക്കാൻ ഇടതനും വലതനും ഓരം ചേർന്ന് അട്ടിമറിച്ച് സംവരണ വിഭാഗങ്ങളെ ഒറ്റുകൊടുക്കുന്നവർക്കെതിരെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും സാമൂഹിക നീതി പുലരാനാകട്ടെ. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ടി അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മലപ്പുറം മണ്ഡലം കാണുമ്പോൾ മനസ്സിലൊരു ചതിയുടെ ചിത്രം തെളിയും. കൂടെ നാട്ടരോടിന്ന് കാട്ടിടുന്ന വഞ്ചന കണ്ടില്ലേ? മലപ്പുറം മണ്ഡലം കാണുമ്പോൾ മനസ്സിലൊരു ചതിയുടെ ചിത്രം തെളിയും. ഇടവനും വലതനും കൂടെ നാട്ടരോടിന്ന് കാട്ടിടുന്ന വഞ്ചന കണ്ടില്ലേ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും മരുന്ന് വിപണിയുടെയും സിമന്റിന്റെയും വില നിയന്ത്രണാധികാരം സർക്കാരിൽ നിന്ന് എടുത്തുമാറ്റിയവർ ജനങ്ങളുടെ ജീവിതം വിലക്കയറ്റത്തിന്റെ പൊള്ളുന്ന അനുഭവമാക്കിയിരിക്കുന്നു. ഭക്ഷണവും മരുന്നും അപ്രാപ്യമായ ജീവിതം തന്നെയും വഴിമുട്ടി കർഷക ദരിദ്ര ആത്മഹത്യകളുടെ ശവപ്പറമ്പായി മാറുന്ന മൂലധന മുതലാളിത്തവും സംഘീയ രാഷ്ട്രീയ അധോ സംഘങ്ങളും നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് അറുതി വരുത്താൻ സഹോദര യഥാർത്ഥ ബദലിന് വോട്ട് ചെയ്യുക. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി ടി അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നാട്ടാരെ വിഡ്ഢികളാക്കി ഇക്കളി നാട്ടിൽ പറ്റൂല. നാട്ടാരെ വിഡ്ഢികളാക്കി ഇക്കളി നാട്ടിൽ പറ്റൂല.
പാർലമെന്റിൽ ഹാജരായത് 19 ദിവസം മാത്രം. വിദേശയാത്രകൾക്ക് ചെലവിട്ടത് ജനതയുടെ പൊതുഖജനാവിൽ നിന്ന് 1484 കോടി. നോട്ടു നിരോധനം തകർത്ത സാമ്പത്തിക മേഖലയെ GSTയുടെ അശാസ്ത്രീയ നടപടിയിലൂടെ വ്യാപാര വ്യവസായ മേഖല ഒന്നാകെ തകർത്ത് തരിപ്പണം. SDPI സ്ഥാനാർത്ഥി P. അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നടത്തുന്ന ജനവിരുദ്ധ നയങ്ങൾക്ക് അറുതി വരുത്താൻ സഹോദര യഥാർത്ഥ ബദലിന് വോട്ട് ചെയ്യുക. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി P. അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. നടപ്പിലാക്കാൻ ഇടതിനും വലതിനും ഓരം ചേർന്ന് അട്ടിമറിച്ച് സംവരണ വിഭാഗങ്ങളെ ഒറ്റുകൊടുക്കുന്നവർക്കെതിരെ നിങ്ങളുടെ വിലയേറിയ ഓരോ വോട്ടും സാമൂഹിക നീതി പുലരാനാകട്ടെ. മലപ്പുറം പാർലമെന്റ് നിയോജക മണ്ഡലം SDPI സ്ഥാനാർത്ഥി P. അബ്ദുൾ മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. മലപ്പുറം മണ്ഡലം കാണും മഹാഭൂരിപക്ഷത്തെ ദരിദ്രരാക്കി മാറ്റി. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്ക് പ്രതീക്ഷ വർദ്ധിക്കുകയാണ്. ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള യഥാർത്ഥ ബദൽ എന്ന സന്ദേശം ഫാസിസത്തെ നേരിടുന്നതിലും വികസനവുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളിലും ഇവിടെയുള്ള വലതുപക്ഷത്തും ഇടതുപക്ഷത്തുമുള്ള കക്ഷികൾ ജനപക്ഷത്ത് നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ജനതാൽപര്യങ്ങളോടൊപ്പം നിൽക്കുന്നില്ല എന്ന ഞങ്ങളുടെ സന്ദേശം ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങൾ കൂടുതൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന ഒരു റിസൾട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം മണ്ഡലത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. SDPIക്ക് വൻ മുന്നേറ്റം തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാക്കും. തീർച്ചയായും അവരിലാണ് കൂടുതൽ പ്രതീക്ഷയുള്ളത്. അവരിലും സ്ത്രീകളിലും യുവാക്കളും സ്ത്രീകളും ഈ പരമ്പരാഗതമായ ചില ശൈലികൾ അവസാനിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് വൻ ഭൂരിപക്ഷത്തോടു കൂടി വോട്ട് വാങ്ങി ഇവിടെ നിന്ന് പോയി പിന്നെ എങ്ങനെ നിന്നാലും ജയിക്കുന്നുള്ള ഒരു മനോഭാവത്തോടു കൂടി വീണ്ടും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ സമീപിക്കുന്ന ഒരു നയം കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ആളുകൾക്കുണ്ട്. അത് തിരുത്തണം എന്ന ഒരു മനോഭാവം യുവാക്കളുടെയും സ്ത്രീകളുടെയും മുഖഭാവങ്ങളിൽ പ്രകടമാണ്. ഞങ്ങൾക്ക് അവരെ സമീപിച്ചപ്പോൾ അത് വ്യക്തമായിട്ടുമുണ്ട്. മാത്രമല്ല പിന്നെ ഞങ്ങൾ മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഞങ്ങളുടെ ചിഹ്നം ഓട്ടോറിക്ഷ ആയതുകൊണ്ട് തന്നെ ഓട്ടോറിക്ഷ ജീവനക്കാരായ തൊഴിലാളികളായ ആളുകൾ അവർ വളരെ താല്പര്യപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഈ വലത് ഇടത് മുന്നണികളിൽ മാറി മാറി നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ അടിസ്ഥാന ജനവിഭാഗങ്ങൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, അതുപോലെ ഡ്രൈവർമാർ, കർഷകർ, ഇങ്ങനെ അടിസ്ഥാന ജനവിഭാഗങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്നതിൻ്റെ ഒരു നേർസാക്ഷ്യമായി നമ്മളെ ഓരോ അങ്ങാടികളിലും ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നിലനിൽക്കുകയാണ്. അവർ കൊടുത്ത വേനലിലും കൊടും മഴയത്തും യാതൊരു സൗകര്യവുമില്ലാതെ അവരുടെ അങ്ങാടിയിൽ ക്യൂയിലിട്ട് വണ്ടി ഓടിക്കേണ്ട സ്ഥിതിവിശേഷമാണുള്ളത്. ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. SDPI വിജയിച്ചാൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കുന്ന, അവർക്ക് എല്ലാ ടൗണുകളിലും വിശ്രമകേന്ദ്രം പണിയുക എന്നതായിരിക്കും ഞങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഒരു കാര്യം. അതിന് തീർച്ചയായും ഇവിടെ നിന്ന് സ്വീകാര്യത ലഭിക്കുന്നുണ്ട്. അതുപോലെ മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ താഴെത്തട്ടിൽ പോയപ്പോൾ ഞങ്ങൾ 10 വർഷമായി മുന്നോട്ട് വെക്കുന്ന ജില്ലാ വിഭജനം എന്ന ആവശ്യം, ആ ആവശ്യം നടപ്പാകണമെങ്കിൽ SDPI വരണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടുന്നു. കാരണം നിലവിലുള്ള 2 മുന്നണികളുടെയും നേതാക്കന്മാർ അതിനോട് മൗനം പാലിക്കുകയാണ്. അവർ ആ ഒരു ആവശ്യത്തോട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായും ജനങ്ങൾ SDPIക്ക് വലിയ ഒരു സപ്പോർട്ട് ഈ തെരഞ്ഞെടുപ്പിൽ നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്.
സമ്മതിദാനാവകാശം മതത്തിന്റെ വർഗത്തിന്റെ ഭാഷയുടെ പേരിൽ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം ഒരിക്കൽ കൂടെ ഞങ്ങൾ വിനയത്തോടെ അഭ്യർത്ഥിക്കുന്നു. അബ്ദുൽ മജീദ് ഫൈസിയുടെ ഓട്ടോറിക്ഷ അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം രേഖപ്പെടുത്തണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി മലപ്പുറത്തിന്റെ നായകൻ ബന്ധുവനായ അബ്ദുൽ മജീദ് ഫൈസി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ പൈപ്പ് ലൈനിനും വേണ്ടി ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്നതിനും കോർപ്പറേറ്റ് താൽപര്യം സംരക്ഷിക്കുന്നതിനും മസ്ജിദിന്റെ മിനാരങ്ങൾ തച്ചുതകർക്കുമ്പോൾ മൗനം സൃഷ്ടിച്ച മസ്ജിദിന്റെ ഭൂമിയിൽ നീതി കാണിക്കാത്ത സംവരണ ബില്ലിൽ കവർന്ന പക്ഷം ചേർന്ന് മത്സരിച്ച ഇടതലയും വലതലയും തൂക്കറിയാൻ യഥാർത്ഥ പദവിയോ SDPIക്ക് വോട്ട് ചെയ്യുക. SDPI സ്ഥാനാർത്ഥി അബ്ദുൽ മജീദ് ഫൈസി നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഇതുവഴി കടന്നു വരികയാണ്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തയക്കണമെന്ന് ഉത്ബുദ്ധരായ മുഴുവൻ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു. SDPI സ്ഥാനാർത്ഥി പി അബ്ദുൽ മജീദ് ഫൈസി നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കാൻ ഇതുവഴി കടന്നു വരികയാണ്. നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച വിനയത്തോടെ താഴ്മയോടെ അഭ്യർത്ഥിച്ചുകൊണ്ട് പി അബ്ദുൽ മജീദ് ഫൈസിയുടെ തുറന്ന വാഹനത്തിൽ ഈ വഴിപ്പാറയിൽ പ്രസ്ഥാനം SDPI മാത്രമാണ് അവർക്ക് വേണ്ടി നിയമസഹായം ചെയ്തതും സംഘപരിവാരത്തെ ചെറുത്തുന്നതും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇത്തവണ നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശ ഫൈസിയുടെ ഓട്ടോറിക്ഷ അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. മഹാപ്രളയത്തിൽ അന്താളിച്ചു നിന്നപ്പോൾ ഒരു രക്ഷകനായി RG ടീമിനെ പ്രഖ്യാപിച്ച് പ്രളയത്തിൽ മുങ്ങിത്താഴുന്ന മാലോകർക്ക് മുമ്പിൽ സഹായഹസ്തവുമായി ചെല്ലുകയും കേരളത്തോട് BJP സംഘപരിവാര ഭരണകൂടം രാഷ്ട്രസഭാവത്തിൽ
മണ്ഡലങ്ങളിൽ 15-ലും ഇടതുപക്ഷം അക്രമ രാഷ്ട്രീയത്തിന്റെ വക്താക്കളായി മാറുമ്പോൾ യഥാർത്ഥ ബദലിന് SDPIക്ക് വോട്ട് ചെയ്യുക. SDPI മലപ്പുറം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി പി അബ്ദുൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ നൽകി വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഴിമതിരഹിതവും വർഗീയമുക്തവും സർവോപരി ജനപക്ഷവുമായ ഭരണക്രമം സൃഷ്ടിക്കാൻ യഥാർത്ഥ രാഷ്ട്രീയ ബദലിനായി വോട്ട് ചോദിക്കുന്ന SDPIയുടെ സ്ഥാനാർത്ഥി മജീദ് ഫൈസിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമാണ് ഓട്ടോറിക്ഷ. അതിനായിരിക്കട്ടെ ഇത്തവണ നിങ്ങളുടെ വോട്ട്. മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ജനവിധി തേടുന്ന SDPI സ്ഥാനാർത്ഥി പി അബ്ദുൽ മജീദ് ഫൈസി നിങ്ങളെ നേരിട്ടു. ആന്ധ്രയിലും ബീഹാറിലും ജാർഖണ്ഡിലും തെരുവുകൾ സഞ്ചരിച്ച ഇന്ത്യയിലെ കോടിക്കണക്കിന് മക്കളുടെ വിശപ്പും ഭയവും മാറ്റാൻ കർമ്മശേഷിയും തന്റെ ഇടവും അറിവും കഴിവുമുള്ള നമ്മുടെ സ്ഥാനാർത്ഥി ഈ മുത്തലാഖ് വിഷയമാണെങ്കിലും ഏക സിവിൽ കോഡ് വിഷയമാണെങ്കിലും ഇന്ത്യയിലെ നിലവിലുള്ള ഭരണഘടന അവകാശങ്ങളും നിയമങ്ങളും വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സാമൂഹ്യ പാശ്ചാത്തലം വെച്ച് നോക്കുകൊണ്ട് ഇന്ത്യയിൽ സാധ്യമല്ലാത്ത ഒരു സംഗതിയാണ് ഈ ഏക സിവിൽ കോഡ് എന്ന് പറയുന്നത്. അതെല്ലാവർക്കും അറിയുന്നതുമാണ്.
തീർച്ചയായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടെ ജനങ്ങൾക്കിടയിൽ ഒരു സ്പർദ്ധ ഉണ്ടാക്കാനും ആ രീതിയിൽ ജനങ്ങളെ വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ മാത്രമാണ് എന്നാണ് അതിനെക്കുറിച്ച് നമുക്ക് പറയാം. തീർച്ചയായിട്ടും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായ ഒരു മാറ്റം. ഇവിടെ കൃത്യമായി വർഗീയ ധ്രുവീകരണങ്ങൾ നടത്തിക്കൊണ്ടും ജനാധിപത്യത്തിനും മതേതരത്തിനും വിരുദ്ധമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ രാഷ്ട്രീയ പാർട്ടികൾ മാറി മാറി വന്നതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇത് തിരിച്ചറിയുകയാണ്. ഒരു രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടിയിട്ട് ജനങ്ങൾ വളരെയധികം താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ മാറ്റങ്ങളുള്ളത്. ഒരു തോൽവിയോ SDPIക്ക് ജനങ്ങളിൽ സ്വാധീനമുണ്ട് എന്നും SDPIയെ ജനങ്ങൾ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും SDPIയെ മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നുള്ളൊരു അവസ്ഥ SDPIക്ക് വന്നതുകൊണ്ട് മാത്രമാണ് SDPIയെ വന്നു കാണുകയും ഈ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഫാസിസത്തിനെതിരെ പ്രതിരോധിക്കാൻ ലഭിച്ച ആശ്വാസനം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെടുത്തി. മുത്തലാഖ് ബില്ലിൽ പാർലമെന്റിൽ ഹാജരാവാതെ സ്വന്തം പാർട്ടിയെയും മുസ്ലിം സമുദായത്തെ